വയനാട്ടിൽ സ്വകാര്യ റിസോർട്ടിൽ പണം പിരിക്കാനെത്തിയ മാവോയിസ്റ്റ് സംഘവുമായി നടന്ന ഏറ്റുമുട്ടലിൽ മാവോവാദി നേതാവ് CP ജലീലാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ നടന്ന ഏറ്റുമുട്ടലിൽ 2 പേർക്ക് പരിക്കേറ്റതായും ഇവർ രക്ഷപ്പെട്ടതായും പോലീസ് പറഞ്ഞു. റിസോർട്ടിൽ നിന്നും സായുധ സംഘം ഭീഷണിപ്പെടുത്തി പണം പിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് 2 അംഗ മാവോവാദി സംഘം ലക്കിടിയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിയത്. 50,000 രൂപയും 10 പേർക്ക് ഭക്ഷണവും ആവശ്യപ്പെടുകയും 1 വർഷത്തേക്ക് 2 ലക്ഷം രൂപ നൽകണമെന്നും പറഞ്ഞു. റിസോർട്ടിൽ അപ്പോഴുണ്ടായിരുന്നവർ പണം നൽകിയെങ്കിലും കൂടുതൽ പണം മാവോയിസ്റ്റുകൾ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ റിസോർട്ടിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും തണ്ടർബോൾട്ട് സംഘവും എത്തി. പോലീസിന് നേരെ വെടിവെപ്പുണ്ടായി. പോലീസ് തിരിച്ചും വെടിവെച്ചതോടെ സംഘം ചിതറിയോടി. ഇന്ന് പുലർച്ചെയോടെയാണ് സംഘത്തിലൊരാൾ വെടിയേറ്റ് മരിച്ചതായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. മരിച്ചത് മാവോവാദി നേതാവ് CP ജലീലാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമായ സുഗന്ധഗിരി മേഖലയിൽ ഓപ്പറേഷൻ അനാക്കൊണ്ട എന്ന പേരിൽ നടത്തിവരുന്ന പോലീസ് ആക്ഷൻ തുടരുമെന്നും കണ്ണൂർ റേഞ്ച് IG ബൽറാം ഉപാധ്യായ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈയിടെ റൈറ്റ് ഇടയ്ക്കൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അവരെ ആൾക്കാർക്ക് ഇവിടെ ഒരു കാശ് ചോദിച്ചു. അവിടെ വളരെ കഷ്ടിച്ചിട്ടാണ് ഇവിടെ 10 ഇവിടുത്തെ എല്ലാ ജോലിക്കാരും അവിടെ കഷ്ടിച്ച് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുമ്പോൾ പോലീസിന് വിവരം കിട്ടുമ്പോൾ പോലീസ് ഇവിടെ വന്നു. അതിൽ പോലീസിന് അവിടെ ഒരു ഓടിക്കുമ്പോൾ 2 പേർ അവിടെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഒരു ആൾക്ക് ഫയറിംഗ് കവറിംഗ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് പോലീസിന് ഫയർ ചെയ്യുമ്പോഴാണ് പോലീസ് അവർക്ക് ആദ്യത്തെ ഷൗട്ട് ചെയ്തിട്ട് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി. അത് ഒന്നും ചെയ്യാതെ പോലീസിന് വീണ്ടും ഫയർ ചെയ്യുമ്പോൾ പോലീസ് അവിടെ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടി അത് ഒരു റിലീസ് ചെയ്യുമ്പോഴാണ് മൊത്തം രാത്രി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. റിസോർട്ടിലെത്തിയ സായുധ സംഘത്തിലെ മറ്റുള്ളവർ സമീപത്തെ കാട്ടിലേക്ക് രക്ഷപ്പെട്ടുവെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ വനത്തിൽ തണ്ടർബോൾട്ട് സംഘം പരിശോധന തുടരുകയാണ്. മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച 30ഓളം തണ്ടർബോൾട്ട് അംഗങ്ങളാണ് കാട്ടിൽ പരിശോധന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. വയനാട്ടിൽ മാവോയിസ്റ്റ് തണ്ടർബോൾട്ട് വെടിവെപ്പുണ്ടായ ലക്കിടിയിൽ മാസങ്ങളായി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. നിരന്തരമായി എത്തുന്ന സായുധ സംഘങ്ങൾ സൃഷ്ടിക്കുന്ന ഭീതിയിലായിരുന്നു മേഖല. സമീപത്തെ സുഗന്ധഗിരി, പ്രിയദർശിനി കോളനികളിൽ തോക്കേന്തിയ സംഘങ്ങൾ എത്തുന്നത് പതിവായതോടെ പോലീസ് ഇവിടെ ഔട്ട് പോസ്റ്റ് വരെ സ്ഥാപിച്ചു. പ്രളയ ദുരിതാശ്വാസ സഹായമായി ലഭിച്ച ആഹാര സാധനങ്ങളടക്കം മാവോയിസ്റ്റ് സംഘങ്ങൾ എടുത്തുകൊണ്ടുപോയ സംഭവം പ്രദേശവാസികൾ പരാതിപ്പെട്ട മേഖലയാണ് ലക്കിടിക്ക് സമീപത്തെ സുഗന്ധഗിരി. ഇവിടെയുള്ള ആദിവാസി കോളനികളിൽ സ്ഥിരമായി സായുധ സംഘങ്ങളെത്തി ആഹാര സാധനങ്ങളടക്കം ശേഖരിച്ചു മടക്കുന്നത് പതിവായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ തണ്ടർബോൾട്ട് പോലീസ് സംഘങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിലുമാണ് പ്രദേശം. ദിവസങ്ങൾക്ക് മുൻപ് പ്രിയദർശിനി കോളനിയിലും 4 അംഗ സായുധ സംഘമെത്തി. 2 കൂട്ടുകാർ ഒരു ദിവസം കൂടിയിട്ട് ഒരു മീറ്റിംഗ് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അത്ര തന്നെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. പിന്നെ അവസാന ഘട്ടത്തിൽ പോകാൻ നേരത്തെ അരിയുണ്ടോ, കുറച്ച് അരി വേണം. ഞാൻ 1 കിലോ അരി കൊടുത്തു. പിന്നെ കറി വെക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ കറി വെക്കാനൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവർ 10 മണിക്കൂറിന് പോയി. അവർ പോയത് ഈ കാട്ടുപോയിക്കൂടിയ ഇതൊക്കെ കയറി. ഒരു ആണും ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അല്ല, 2 പെണ്ണും ഒരാണും. കഴിഞ്ഞ സെപ്റ്റംബറിൽ പൂക്കോട് വെറ്ററിനറി കോളേജിന്റെ കവാടത്തിൽ ദേശീയപാതക്കരികിൽ മാവോയിസ്റ്റുകൾ എത്തി പോസ്റ്ററുകൾ പതിച്ചിരുന്നു. പ്രദേശത്ത് മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിച്ചതോടെ സുഗന്ധഗിരിയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കി. ഇതിനിടെയാണ് ലക്കിടിയിൽ വെടിവെപ്പുണ്ടാവുന്നത്. വൈത്തിരിയിലെ ഉപവൻ റിസോർട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന വിവരമറിഞ്ഞെത്തിയ പോലീസിന് നേരെ മാവോയിസ്റ്റുകൾ നിറയൊഴിച്ചതോടെ പോലീസും വെടിയുതിർക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. റഫേൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ വാദത്തിന് മോഷ്ടിച്ചു എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. രേഖകൾ കാണാനില്ലെന്ന് പറയുന്നത് നരേന്ദ്രമോദിയെ രക്ഷിക്കാനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. റഫേൽ രേഖകൾ പുറത്തുകൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെ കേസെടുക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദത്തെ അപലപിക്കുന്നതായി മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ്. റഫാൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന കേന്ദ്ര സർക്കാർ വാദത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്നുയരുന്നത്. റഫാൽ ഇല്ലെങ്കിൽ വ്യോമസേനയുടെ പ്രതിരോധശേഷി കുറയുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചതിനെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. വ്യോമസേനയെ ദുർബലപ്പെടുത്തുന്നതാണ് വാദം. മോദി സർക്കാർ എന്തിനാണ് തുടർച്ചയായി സേനയെ അപമാനിക്കുന്നതെന്നും യെച്ചൂരി ചോദിച്ചു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്നത് മോദിയെ രക്ഷിക്കാനാണെന്ന് AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. തെറ്റുകാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ മോദി ഭയപ്പെടുന്നത്?
പ്രതിപക്ഷം പാക് സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന മോദി ആരോപണത്തെ രാഹുൽ പരിഹസിച്ചു. പത്താൻകോട്ടിൽ തെളിവ് നൽകാൻ പാകിസ്ഥാനെ ക്ഷണിച്ചത് ഞങ്ങളല്ല, പാക് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയതും നമ്മളാണോ എന്ന് ഒപ്പമുണ്ടായിരുന്ന വക്താവ് സുർജേവാലയോട് പരിഹാസ രൂപേണ രാഹുൽ ചോദിച്ചു. Prime Minister has got ISI to investigate Pathankot. Prime Minister is going to Mr. Nawaz Sharif's wedding, and we are the poster boys. He is the poster boy of Pakistan, hugging Mr. Nawaz Sharif, calling Mr. Nawaz Sharif to his swearing in over here, doing a big drama. The fact of the matter is that the issue here is corruption in Rafale. റഫാൽ രേഖകൾ പുറത്തു കൊണ്ടുവന്ന ഹിന്ദു ദിനപത്രത്തിനെതിരെയും മാധ്യമ പ്രവർത്തകനെതിരെയും ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രയോഗിക്കുമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡ് അപലപിച്ചു. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തനിക്കെതിരായ കോടതിയലക്ഷ്യ കേസ് ജസ്റ്റിസ് അരുൺ മിശ്ര കേൾക്കരുതെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം കോടതി തള്ളി. അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വാദം. CBI ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണെന്നും കോടതിയലക്ഷ്യ കേസിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പറഞ്ഞു. കേസ് തുടർവാദത്തിനായി മാർച്ച് 29 മാറ്റി. CBI ഇടക്കാല ഡയറക്ടറായി നാഗേശ്വർ റാവുവിനെ നിയമിച്ച സംബന്ധിച്ചുള്ള പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ്, മാധ്യമങ്ങളിൽ നടത്തിയ പ്രസ്താവന എന്നിവയുടെ പേരിലാണ് കോടതിയലക്ഷ്യ ഹർജി. അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം നാഗേശ്വർ റാവുവിനെ ഇടക്കാല ഡയറക്ടറാക്കി വീണ്ടും നിയമിച്ചിരുന്നു. എന്നാൽ നാഗേശ്വർ റാവുവിന്റെ നിയമനം ഉന്നതാധികാര സമിതിയുടെ സമ്മതത്തോടെയല്ല എന്നാണ് ഭൂഷൺ പറഞ്ഞതും ട്വീറ്റ് ചെയ്തതും. അപ്പോൾ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള സമയമായിരുന്നു. ആ സാഹചര്യത്തിലാണ് അറ്റോർണി ജനറലും കേന്ദ്ര സർക്കാരും കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടത്. ജസ്റ്റിസ് അരുൺ മിശ്രയാണ് കേസ് പരിഗണിക്കുന്നതെങ്കിൽ പക്ഷപാതപരമായ നിലപാടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രശാന്ത് ഭൂഷന്റെ അഭിഭാഷകനായ ദുഷ്യന്ത് ദാവെ വാദിച്ചു. കേസ് പരിഗണിക്കുന്ന ജഡ്ജിൽ നിന്ന് പക്ഷപാതപരമായ നിലപാടുണ്ടെന്ന ആശങ്ക ആരോപണ വിധേയൻ പ്രകടിപ്പിച്ചാൽ ജഡ്ജി കേസിൽ നിന്ന് പിന്മാറണമെന്നതാണ് ചട്ടമെന്നും ദാവെ വാദിച്ചു. പക്ഷേ ജസ്റ്റിസ് അരുൺ മിശ്ര ഇത് അംഗീകരിച്ചില്ല. 2 തവണ ജഡ്ജിമാർ പിന്മാറിയ കേസാണിത്. ആദ്യം ജസ്റ്റിസ് സിക്രിയും പിന്നീട് ജസ്റ്റിസ് രമണയും. അതുകൊണ്ട് ഞങ്ങൾ കേസ് കേൾക്കുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര വ്യക്തമാക്കി. അതേസമയം പ്രശാന്ത് ഭൂഷൺ കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെടണമെന്ന താല്പര്യം തനിക്കില്ലെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ ഹാജരാകുന്ന അഭിഭാഷകൻ തന്നെ കേസുമായി ബന്ധപ്പെട്ട് കോടതിക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുന്നത് ശരിയാണോ എന്ന നിയമപ്രശ്നമാണ് തന്റെ ഹർജിക്ക് പിന്നിലെന്നും KK വേണുഗോപാൽ വാദിച്ചു. ചെയ്ത തെറ്റ് പ്രശാന്ത് ഭൂഷൺ സമ്മതിക്കുകയാണെങ്കിൽ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും AG പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 2.5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഫെബ്രുവരിയിൽ മോണിറ്ററിംഗ് ഇന്ത്യ എക്കണോമിയുടെ പഠനത്തിലാണ് കണ്ടെത്തൽ. മോദി സർക്കാരിന്റെ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം വലുതാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൊഴിലന്വേഷകരുടെ എണ്ണം കുറയുമ്പോഴും രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് കൂടുന്നുവെന്നാണ് 10,000-ലേറെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിലൂടെ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണ്ടെത്തൽ. 2016 സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് 2019 ഫെബ്രുവരിയിലെ തൊഴിലില്ലായ്മ നിരക്ക്. 2.5 വർഷം കൊണ്ട് തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ച് 7.2%-ലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 40.6 കോടി പേർ രാജ്യത്ത് തൊഴിലെടുത്തിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞ് 40 കോടിയിലെത്തി. ഗ്രാമീണ മേഖലയിൽ മാത്രം 57 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായി. ഒരു വർഷത്തിനിടെ 1.3% വർധനവ് തൊഴിലില്ലായ്മ നിരക്കിൽ ഉണ്ടായെന്നും സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി നടത്തിയ പഠനത്തിൽ പറയുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ നിരക്ക് 45 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കിലാണെന്നുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് ഇതേവരെ പ്രസിദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി പുതിയ പഠനം. 5 വർഷം കൊണ്ട് 10 കോടി ജോലി നൽകുമെന്ന BJP വാഗ്ദാനം തട്ടിപ്പാണെന്ന് തെളിഞ്ഞെന്നും മോദി സർക്കാർ നയങ്ങൾ ഇന്ത്യൻ യുവത്വത്തിന് ഏൽപ്പിച്ച ആഘാതം നിർണയാതീതമാണെന്നും CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ച കണക്ക് പുറത്തുവിടാൻ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൃത്യസമയത്ത് ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. പക്ഷേ അതിർത്തി ഇപ്പോഴും അശാന്തമാണെന്നും ഇമ്രാൻഖാൻ പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. അതേസമയം കശ്മീർ അതിർത്തിയിൽ സൈന്യവും തീവ്രവാദികളും നടത്തിയ വെടിവെപ്പിൽ ഒരു തീവ്രവാദിയെ വധിച്ചു. പാകിസ്ഥാൻ അതിർത്തിയിൽ കൂടുതൽ സേനയെയും വിന്യസിച്ചു. വ്യോമാക്രമണത്തിലൂടെ യുദ്ധസമാനമായ അവസ്ഥയിലേക്ക് നീങ്ങിയ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കപ്പെട്ടുവെന്ന് ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു.
സമയോചിതമായ ഇടപെടലിലൂടെയാണ് ഇത് സാധിച്ചതെന്നും ഇമ്രാൻഖാൻ സ്വന്തം പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തെ അറിയിച്ചു. ഇതിനിടയിൽ അതിർത്തിയിലെങ്ങും പാകിസ്ഥാൻ കൂടുതൽ സേനയെ വിന്യസിച്ചെന്ന റിപ്പോർട്ടും ഇന്ത്യക്ക് ലഭിച്ചു. കാശ്മീരിലെ ഹാദ്വാരയിൽ തീവ്രവാദികളും ഇന്ത്യൻ സൈന്യവും നടത്തിയ വെടിവെപ്പിൽ ഒരു തീവ്രവാദിയെ കൊലപ്പെടുത്തി. കൂടുതൽ തീവ്രവാദികൾക്കായി പ്രദേശത്ത് സേന തിരച്ചിൽ നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ആദേൽ അൽ ജുബേറി പാകിസ്ഥാനിൽ സന്ദർശനം നടത്തും. മാർച്ച് 1 സന്ദർശനം നടത്താൻ നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും സംഘർഷത്തെ തുടർന്നാണ് നീട്ടിവെച്ചത്. പ്രദേശത്ത് സമാധാനം നിലനിർത്തണമെന്ന് പാകിസ്ഥാനോട് സൗദി ആവശ്യപ്പെടും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീരിലെ ഹന്ദ്വാരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ വെടിവെപ്പുണ്ടായി. സൈന്യം ഒരു ഭീകരനെ വധിക്കുകയും ചെയ്തു. ഭീകരർക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. നരോദ പാഠ്യ കൂട്ടക്കൊലക്കേസിലെ മുഖ്യപ്രതി ബജ്രംഗ് ദൾ നേതാവ് ബാബു ബജ്രംഗിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ജാമ്യം. നേരത്തെ 4 പ്രതികൾക്ക് ജാമ്യം നൽകിയിരുന്നു. 2002 ഫെബ്രുവരി 28 ഗുജറാത്തിലെ നരോദ പാഠ്യയിൽ നടന്ന കൂട്ടക്കൊലയിൽ 97 പേരാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബാബു ബജ്രംഗി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 2ാം പ്രതി മാർട്ടിൻ സമർപ്പിച്ച ഹർജി തള്ളി. ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞതാണെന്നും ഹർജിക്കാരന്റെ ആവശ്യത്തിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കേസിൽ വിചാരണ വൈകിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ചാക്കിലെ പൂച്ച പുറത്തു ചാടിയെന്നും കോടതി വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലേക്ക് ഈ മാസം 11, 12 തീയതികളിലാണ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പായി നേതാക്കൾ തമ്മിൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് ചർച്ചയും ചെയ്യും. കഴിഞ്ഞ മാസം 25 മുൻപ് ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്ന് KPCC നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും ഇത് നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം 11, 12 തീയതികളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ചേരാനാണ് തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർക്ക് പുറമെ പ്രത്യേക ക്ഷണിതാവായി ഉമ്മൻചാണ്ടിയും ഡൽഹിയിലെത്തും. സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാലിനെ കൂടാതെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന മുകുൾ വാസനിക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. നിലവിൽ MPമാർ എല്ലാവരും മത്സരരംഗത്തുണ്ടാകുമെങ്കിലും മുല്ലപ്പള്ളി വടകരയിൽ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. വടകരയിൽ LDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിനാൽ മുല്ലപ്പള്ളി തന്നെ മത്സരിക്കണമെന്നാണ് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെടുന്നത്. DCCകൾ നൽകിയ പാനലിൽ ഉൾപ്പെട്ടവരിൽ ആര് മത്സരിക്കണമെന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് ശേഷമാകും തീരുമാനമാകുക. MLAമാർ മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശാകും സ്ഥാനാർത്ഥി. വയനാട്ടിൽ ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദീഖ് എന്നിവർക്ക് പുറമെ VV പ്രകാശിനും പരിഗണനാ ലിസ്റ്റിലുണ്ട്. കണ്ണൂരിൽ K സുധാകരനും കാസർഗോഡ് അബ്ദുള്ളക്കുട്ടിക്കുമാണ് സാധ്യത. ഘടകകക്ഷികൾക്ക് അധിക സീറ്റ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാണ് KPCCയുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അവസാന യോഗമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ തീരുമാനിക്കാനും മത്സരിക്കുന്ന സീറ്റുകൾ ചർച്ച ചെയ്യാനും ചേർന്ന CPI ദേശീയ നിർവാഹക സമിതി യോഗം സമാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ മതേതര കക്ഷികളുമായി പാർട്ടി സഖ്യമുണ്ടാക്കും. മതേതര പാർട്ടികളുമായി സഖ്യം സാധിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇടതുമുന്നണിയായി മത്സരിക്കാനും തീരുമാനിച്ചു. സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലും യോഗം ചർച്ച നടത്തി. കർഷകരെ ഭീഷണിപ്പെടുത്തുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി VS സുനിൽകുമാർ. ജപ്തിയും കർഷകർക്ക് നോട്ടീസും അയക്കുന്ന നടപടികൾ നിർത്തിവെക്കാനും മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇടുക്കിയിലെ യോഗത്തിൽ തീരുമാനമായി. ഇടുക്കി ജില്ലയിലെ പ്രളയാനന്തര നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും കാർഷിക വായ്പകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള ഉന്നതതല യോഗത്തിലാണ് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. റിക്കവറി നടപടികൾ നിർത്തിവെക്കും. നോട്ടീസ് ലഭിച്ച വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. സർഫാസി നിയമപ്രകാരം കർഷകർക്ക് മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ കടം എഴുതി തള്ളണം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സംസ്ഥാന ഗവൺമെന്റ് 2 ലക്ഷം രൂപ വരെയുള്ള കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനമാണ് കടാശ്വാസ കമ്മീഷന്റെ കാലാവധിയും
അതിന്റെ പരിഗണനാ തുകയും വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കർഷകരുടെ പേരിൽ UDF പൊഴിക്കുന്നത് മുതലക്കണ്ണീരാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ ഇപ്പോ ഇന്നലെ സമരം ചെയ്ത ഗവൺമെന്റ് പിന്നെ പ്രതിപക്ഷ പാർട്ടി ആയിരുന്നല്ലോ കേരളത്തിൽ ഭരിച്ചിരുന്നത്. ഞാൻ കൃഷിമന്ത്രിയായിട്ട് വരുമ്പോ 2012 മുതൽ ഈ പാവപ്പെട്ട കൃഷിക്കാരുണ്ടായിരിക്കുന്ന നേച്ചർ കലാമിറ്റിയുടെ ഭാഗമായി കൊടുക്കാനുണ്ടായിരുന്ന 196 കോടി രൂപയുടെ കുടിശ്ശിക വെച്ച ആൾക്കാരാണ് ഇപ്പൊ കൃഷിക്കാർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്നത്. യോഗത്തിൽ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, MLA-മാരായ PJ ജോസഫ്, ES ബിജിമോൾ, കൃഷി വകുപ്പ് ഡയറക്ടർ, ബാങ്ക് ഉദ്യോഗസ്ഥർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നേമം കോച്ചിംഗ് ടെർമിനലിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നേട്ടം സ്വന്തം അക്കൗണ്ടിലാക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ചടങ്ങ്. അതേസമയം ട്രെയിനുകൾ വൈകി ഓടുന്നു എന്ന നിരന്തര പരാതിക്ക് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് യാത്രക്കാർ. 10 വർഷത്തിലധികമായി ഫയലിലുറങ്ങിയ നേമം കോച്ച് ടെർമിനലിലാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ തുടക്കം കുറിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ കൂടുതൽ ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. Large number of new trains which will either originate or terminate in Thiruvananthapuram. It will decongest the existing already overloaded coaching terminals and will help us take more and more mail and express trains all the way up to Thiruvananthapuram. നേമം കോച്ച് ടെർമിനലിനായി 77 കോടി കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ചിരുന്നു. കോച്ച് ടെർമിനൽ ശിലയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം കൂടിയായിരുന്നു ചടങ്ങ്. ഇതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുകയാണ് BJP ലക്ഷ്യം. നേട്ടം പൂർവികരുടെ പരിശ്രമ ഫലമെന്ന് സമ്പത്ത് MP പറഞ്ഞു. നമ്മുടെ പൂർവികരായ ഇതിനുവേണ്ടി പരിശ്രമിച്ച, ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ നിന്ന് പറിച്ചു മാറി താമസിക്കേണ്ടി വന്ന പാവപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട്. അവരുമെല്ലാം ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ കാട്ടിയ സന്മനസ്സിന് ഞാൻ അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. നേമം ടെർമിനൽ ശിലാസ്ഥാപനം സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നതായിരുന്നു രാജഗോപാൽ MLA-യുടെ പ്രതികരണം. കോച്ചുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് നേമത്ത് സൌകര്യമൊരുങ്ങുന്നതോടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് വലിയ തോതിൽ കുറയ്ക്കാനാകും. വൈകിയോടൽ പരാതിക്ക് ടെർമിനൽ പരിഹാരമാകും എന്ന കണക്കുകൂട്ടലിൽ കൂടിയാണ് റെയിൽവേ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്പാലിന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും പേരുകൾ പരസ്യമാക്കാനായി സെലക്ഷൻ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകണമെന്ന പ്രശാന്ത് ഭൂഷന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെയും അധ്യക്ഷതയിലുള്ള സമിതി ലോക്പാൽ നിയമനത്തിനായുള്ള 3 പാനൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ലോക്പാൽ ചെയർപേഴ്സനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യ പാനലെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. സെലക്ഷൻ പാനൽ ഇനി എന്ന് ചേരുമെന്ന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് സ്ഥാനാർത്ഥിയായാൽ അദ്ദേഹത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ജനപ്രതിനിധി എന്ന നിലയിൽ ഏൽപ്പിച്ച ജോലികൾ ഏറ്റവും വിശ്വസ്തയോടെ ജോയ്സ് ജോർജ് നിർവഹിച്ചുവെന്ന് സമിതി വിലയിരുത്തി. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അദ്ദേഹത്തിന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും പിന്തുണ പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്കും അതിജീവന പോരാട്ടം വിജയിപ്പിക്കുന്നതിനും ജോയ്സ് ജോർജ് പാർലമെന്റിൽ എത്തേണ്ടത് അനിവാര്യമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും വിശ്വസ്തയോടെ നിർവഹിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമാണ് ഇന്ന് ഞങ്ങൾക്കുള്ളത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തുകയാണ്. ഞങ്ങൾ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അതുപോലെ തന്നെ അതിജീവന പോരാട്ടം നടത്തുന്ന ജനങ്ങളുടെ പട്ടയ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ കസ്തൂരംഗൻ വിഷയം, HRML പ്രോജക്ട് തുടങ്ങിയ വിവിധ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ക്രിയാത്മകമായ നേതൃത്വം ശ്രീ ജോയ്സ് ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി അപ്രസക്തമായി എന്ന് ആക്ഷേപിച്ച DCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സമിതി നേതാക്കൾ പ്രതികരിച്ചു. കട്ടപ്പനയിൽ ചേർന്ന യോഗത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികളായ CK മോഹനൻ, ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൌസരി, ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ തവണ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയോടെയാണ് ജോയ്സ് ജോർജ് LDF സ്വതന്ത്രനായി മത്സരിച്ച് തിളക്കമാർന്ന വിജയം കൈവരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ മുംബൈ മലയാളി അസോസിയേഷനും ചെറുതന സ്വദേശി സജിത്തിന്റെ കുടുംബത്തിന് 9.30 ലക്ഷം രൂപ മുടക്കി മനോഹരമായ വീട് ആത്മ എന്ന സംഘടന നിർമ്മിച്ചു നൽകുന്നു. ചെറുതന മാടശ്ശേരി ലക്ഷം വീട് കോളനിയിലെ കുടിലിലാണ് പ്രളയത്തിൽ ഈ പട്ടികജാതി കുടുംബത്തിന് നഷ്ടമായത്. ആലപ്പുഴ ജില്ലാ കളക്ടർ എസ് സുഹാസിന്റെ ഇടപെടലാണ് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ചെറുതന സ്വദേശി സജിത്തിന്റെ കുടുംബത്തിന് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായത്. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഈ സാധു കുടുംബത്തെ സഹായിക്കാൻ ആരുമില്ലായിരുന്ന ഘട്ടത്തിലാണ് ജില്ലാ കളക്ടർ ഇടപെട്ടത്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനാണ് ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് മുന്നോട്ട് വന്നത്. 9.5 ലക്ഷം രൂപ മുടക്കിയാണ് മനോഹരമായ ഒരു വീട് ഇപ്പോൾ സജിത്തിന് വേണ്ടി ഇവർ നിർമ്മിക്കുന്നത്. സംഘടനാ ഭാരവാഹി ശശികുമാർ: എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു വീടാണ് ഞങ്ങൾ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് ഒരു വീട് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ചെയ്തു തന്നതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ മലയാളി സംഘടനകളും മുംബൈയിലെ മലയാളികൾക്കും പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രളയം കുട്ടനാട്ടിനെ കവർന്ന സമയത്തും കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഭക്ഷണവുമൊക്കെയായി മലയാളി അസോസിയേഷൻ കുട്ടനാട്ടിലെത്തിയിരുന്നു. ഈ പരിചയമാണ് കളക്ടർക്ക് ഇപ്പോൾ സഹായകരമായത്. അല്ല, ഈ കേസ് അത് വാലിഡ് കേസ് ഉണ്ടെങ്കിൽ ബട്ട് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഒരു തടസ്സമുണ്ടായ കേസസിൽ നാം ഇങ്ങനെ സ്പോൺസർഷിപ്പിന് ലിങ്ക് ചെയ്തിട്ട് വീട് കൊടുക്കുന്നുണ്ട്. ഭാര്യയും കുട്ടിയുമായി ബന്ധുവീടുകളിലും മറ്റുമായിരുന്നു സജിത്തിന്റെ അന്തിയുറക്കം. 3 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകും. മലയാളി അസോസിയേഷനെയും ജില്ലാ കളക്ടറെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് സജിത്തിന്റെ കുടുംബം പറയുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കഴിഞ്ഞ 4 നൂറ്റാണ്ടിലധികമായി സംസ്ഥാനത്ത് ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഏറ്റവും വലിയ സംഘടനയായി പ്രവർത്തിച്ചു വരുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ എറണാകുളം ജില്ലാ കൺവെൻഷൻ നാളെ നടക്കും. എറണാകുളം കടവന്ത്ര ലയൺസ് ക്ലബ്ബ് ഹാളിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KV രാജൻ ഉദ്ഘാടനം ചെയ്യും. അടുത്ത വാർത്ത 5 മണിക്ക്. നമസ്കാരം.